അച്ഛന് നാട്ടിൽ തന്നെ ആയിരുന്നു. ഇടയ്ക്ക് ജോലി ഉണ്ടാവില്ല. റെയിൽവേയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യണത്. അമ്മ ആദ്യമൊക്കെ ഷോപ്പുകളിൽ സെയിൽസ് ഗേളായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം അമ്മയ്ക്ക് ഹെൽത്ത് ഇഷ്യൂസ് കാരണമാണ് പോവാത്തത്. ഞാനും ഉണ്ട് അനിയനും ഉണ്ട്. രണ്ടുപേരുടെ പഠിപ്പായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും കണ്ടിട്ടുണ്ട് ഫീസ് അടയ്ക്കാൻ പൈസ ഇല്ലാതെ കടം വാങ്ങിച്ചിട്ടും ഗോൾഡ് പണയം വെച്ചിട്ട്. ഇത് ഫീസ് അച്ഛൻ ലോൺ എടുത്തിട്ടാണ് എനിക്ക് അടച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത് തന്നെ കാരണം അച്ഛനും അമ്മ തന്നെയാണ്. എന്നെക്കാളും കൂടുതൽ സന്തോഷം എൻ്റെ അച്ഛനും അമ്മയ്ക്ക് തന്നെയാണ് എനിക്ക് ഈ ജോലി കിട്ടിയത്. അമ്മയ്ക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് ബാംഗ്ലൂരിൽ തന്നെ പോകണം എന്നുള്ളത്. ഇയാൾക്ക് ഏതെങ്കിലും മൊമെന്റിൽ ഇയാൾക്ക് ഇത് പറ്റില്ല തോന്നിയിട്ടുണ്ടോ? ഏത് മൊമെന്റിലാണ് പ്രിപ്പറേഷനിൽ കയറിയ ഫസ്റ്റ് അപ്പോൾ ഞാൻ അത്രയും കരഞ്ഞിട്ടുണ്ട്, ഉറക്കല്ലാതെ ഇരുന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു, കിട്ടുമോന്നും അറിയില്ല. ആ സമയത്ത് നല്ല ഡൗൺ ആയി, മാർക്ക് പിന്നെ നല്ലോണം കുറയാൻ തുടങ്ങി. പിന്നെ ഇപ്പൊ പ്ലീസ്ഡ് ആയിട്ടുണ്ട്. ഏത് കമ്പനിയാണ് നമ്മൾ പ്ലീസ്ഡ്? സോ ആഡോണിൽ ഇയാൾക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയായിരുന്നു ടീച്ചേഴ്സ്. ക്ലാസ് മനസ്സിലായത് ഓഡിയോ ആയിട്ട് എനിക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. ഓഡിയോ ആയിട്ട് കഴിച്ച് തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എത്ര പെർസെന്റേജ് ഉണ്ടായിരുന്നു? 89% ഉണ്ടായിരുന്നു. സയൻസ് വിട്ട് വന്നിട്ട് വേറൊരു ഫ്രണ്ട് ഇപ്പൊ മെഡിക്കൽ കോഡിങ് ഓപ്റ്റ് ചെയ്യാൻ നോക്കുകയെന്ന് വെച്ചോ, ആരോൺ സജസ്റ്റ് ചെയ്യോ? ആരോൺ ഞാൻ പറയും, ഒരു കുട്ടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എൻ്റെ പേര് സ്നേഹ, സ്ഥലം പാലക്കാട്, ചെർപ്പശ്ശേരി എന്ന് പറയും. എൻ്റെ ഗ്രാജുവേഷൻ ബികോം കോർപ്പറേഷൻ ആയിരുന്നു. കോർപ്പറേഷൻ കംപ്ലീറ്റ് ആയി. MES കോളേജ്. പ്ലസ് ടു ഏതാ? സയൻസ്, ബയോളജി സയൻസ് പഠിച്ചു. പിന്നെ ബികോമിലേക്ക് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് കോഡിങ്ങിലേക്ക് വന്നു. ഓക്കെ. അപ്പൊ ആ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നോ ഡിഗ്രിക്ക്? ലൈക്ക് നമ്മള് സയൻസ് ഇല്ല എന്നുള്ളതിന്റെ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നോ? അതുണ്ടായിരുന്നു. പഠിക്കും പുതുതായിട്ടുള്ള വാക്കുകൾ, കാര്യങ്ങളൊക്കെ. അപ്പൊ എങ്ങനെ അനാട്ടമി ക്ലാസ്സുകളാണോ സപ്പോർട്ട് ചെയ്തത്? ആരോണത്തെ ഒരു ജേർണി എനിക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ആരോണിൽ ഞാൻ ഒക്ടോബറിലാണ് സ്റ്റാർട്ട് ചെയ്തത്, 2024. അത് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞൊരു ഫെബ്രുവരിയിലാണ് കയറിയത്, പ്രിപ്പറേഷൻ. പിന്നെ 3 മാസം കറക്റ്റ് 3ാമത്തെ മാസം എക്സാം എഴുതി. പാസ്സായി. എത്ര പെർസെന്റേജ് ഉണ്ടായിരുന്നു? 89% ഉണ്ടായിരുന്നു. സയൻസ് വിട്ട് വന്നു. പിന്നെ ഇപ്പൊ പ്ലീസ്ഡ് ആയിട്ടുണ്ട്. ഏത് കമ്പനിയാണ് നമ്മൾ പ്ലീസ്ഡ്? ഓപ്റ്റത്തിലേക്ക്. എത്ര സാലറി ഒക്കെ പറഞ്ഞിരുന്നോ? 29 സംതിങ് ഇൻ ഹാൻഡ് എന്നുള്ള രീതിക്ക് അല്ലെ. സോ ആഡോണിൽ ഇയാൾക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയായിരുന്നു ടീച്ചേഴ്സ്. നല്ല സപ്പോർട്ടായിരുന്നു. കാരണം ഞാൻ ഫസ്റ്റ് പ്രിപ്പറേഷൻ കയറിയപ്പോൾ തന്നെ എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ടൈം മാനേജ്മെന്റ്, പിന്നെ എല്ലാ ഡൗട്ടും നമുക്ക് അവിടുന്ന് ക്ലിയർ ചെയ്യാൻ പറ്റാറില്ല. നമുക്ക് മോക്ക് ഉണ്ടാവും രാവിലെ, ഉച്ചയ്ക്ക് ശേഷം ചിലപ്പോൾ ക്ലാസ് ആവും. അപ്പൊ മോക്കിലെ ഡൗട്ടോ അല്ലെങ്കിൽ മറ്റു ഡൗട്ടൊക്കെ രാത്രി ചിലപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടാവും. വാട്സപ്പിലാണെങ്കിലും ക്ലിയർ ചെയ്ത് തരാറുണ്ട്. പിന്നെ നമുക്ക് ടൈം അപ്പോ സ്പീഡ് ഉണ്ടായിരുന്നില്ല കൂടുതൽ എടുക്കാന്. അപ്പോഴൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു, കിട്ടുമോന്നും അറിയില്ല. ആ സമയത്ത് നല്ല ഡൗൺ ആയി, മാർക്ക് പിന്നെ നല്ലോണം കുറയാൻ തുടങ്ങി. എനിക്കൊരു 3.5 മണിക്കൂറിൻ്റെ അകത്ത് ഒരു 70 ക്വസ്റ്റ്യൻസ് ഒക്കെ കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ക്ലാസ് മനസ്സിലായത് ഓഡിയോ ആയിട്ട് എനിക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. ഓഡിയോ ആയിട്ട് കഴിച്ച് തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഹാപ്പിയാണ് ഇപ്പൊ. വേറൊരു ഫ്രണ്ട് ഇപ്പൊ മെഡിക്കൽ കോഡിങ് ഓപ്റ്റ് ചെയ്യാൻ നോക്കുകയെന്ന് വെച്ചോ, ആരോൺ സജസ്റ്റ് ചെയ്യോ? ആരോൺ ഞാൻ പറയും, ഒരു കുട്ടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വീട്ടില് ആരൊക്കെ ഉണ്ട്? അച്ഛനും അമ്മയും അനിയനും. എന്താ ചെയ്യുന്ന അവരൊക്കെ? അമ്മ ഹൗസ് വൈഫാണ്, അച്ഛൻ റെയിൽവേയിലാണ്, ക്യാൻറ്റീനിലാണ് വർക്ക് ചെയ്യുന്നല്ലേ. ഓക്കെ. ഇപ്പോൾ അച്ഛനും അമ്മയും വളരെ എന്താ പറയുക കഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ ഇയാളെ കോഴ്സിന് ജോയിൻ ചെയ്യിപ്പിച്ചതും. അതേപോലെ തന്നെ ഏകദേശം ഒരു 64,000 രൂപ ഫീസ് മുടക്കി എന്ത് ചെയ്തത് എക്സാം ചെയ്തത്. കാരണം ഇവർ ഈ സപ്പോർട്ടൊക്കെ ചെയ്തു തരുന്നത് ഒബ്വിയസ്ലി സ്നേഹം നല്ലൊരു നിലയ്ക്ക് എത്തണം. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് തന്നതിൽ പാരൻസിനോട് എന്താ പറയാനുള്ളത്? അച്ഛനും അമ്മയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത് തന്നെ കാരണം അച്ഛനും അമ്മ തന്നെയാണ്. അച്ഛന് നാട്ടിൽ തന്നെ ആയിരുന്നു. ഇടയ്ക്ക് ജോലി ഉണ്ടാവില്ല. റെയിൽവേയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യണത്. അമ്മ ആദ്യമൊക്കെ ഷോപ്പുകളിൽ സെയിൽസ് ഗേളായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം അമ്മയ്ക്ക് ഹെൽത്ത് ഇഷ്യൂസ് കാരണമാണ് പോവാത്തത്. പിന്നെ ഞാനും ഉണ്ട് അനിയനും ഉണ്ട്. രണ്ടുപേരുടെ പഠിപ്പായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും കണ്ടിട്ടുണ്ട് ഫീസ് അടയ്ക്കാൻ പൈസ ഇല്ലാതെ കടം വാങ്ങിച്ചിട്ടും ഗോൾഡ് പണയം വെച്ചിട്ട്. ഇത് ഫീസ് അച്ഛൻ ലോൺ എടുത്തിട്ടാണ് എനിക്ക് അടച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനിങ്ങനെ എന്നെക്കാളും കൂടുതൽ സന്തോഷം എൻ്റെ അച്ഛനും അമ്മയ്ക്ക് തന്നെയാണ് എനിക്ക് ഈ ജോലി കിട്ടിയത്. അമ്മയ്ക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് ബാംഗ്ലൂരിൽ തന്നെ പോകണം എന്നുള്ളത്. അപ്പോൾ അത് നമ്മുടെ ആഗ്രഹം പോലെ സാധിച്ചു. ഇയാൾക്ക് ഏതെങ്കിലും മൊമെന്റിൽ ഇയാൾക്ക് ഇത് പറ്റില്ല തോന്നിയിട്ടുണ്ടോ? ഏത് മൊമെന്റിലാണ്? പ്രിപ്പറേഷനിൽ കയറിയ ഫസ്റ്റ് ഒരു കുറച്ച് മോക്ക് എനിക്ക് 10 മോക്ക് കഴിഞ്ഞിട്ടാണ് ടൈം കറക്റ്റായി വന്നത്. അപ്പോൾ ഞാൻ അത്രയും കരഞ്ഞിട്ടുണ്ട്, ഉറക്കല്ലാതെ ഇരുന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ
ഫാമിലി പിന്നെ ടീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിവേ കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഉഷാറായിട്ട് വാ. ഓക്കെ. താങ്ക് യു.